ഹായ് ഗായ്സ്, പുതിയൊരു ഗോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് ഒരു എമോഷണൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാരണം ഇവിടെ നടന്ന സ്റ്റോറി ഇതുപോലത്തെ ഒരു സ്റ്റോറിയാണ്. എന്താ പുറത്തുനിന്ന് വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോലിക്ക് വേണ്ടി വന്ന ഒരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു കുടുംബത്തിൽ അവർക്കുള്ളിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ് പറയാൻ പോകുന്നത്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഈ പറയുന്ന അവർക്ക് വന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷം പറഞ്ഞ് ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, അവർ വന്നിട്ട് നിരന്തരം വന്നിട്ട് വെള്ളം അടിച്ച് ഓവറായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് തന്നെ ആ ഒരു പുള്ളിക്കാരൻ ഓർഗൻസ് വന്നിട്ട് ഫെയിലറായിട്ട് അവസാനം മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ എന്താണ് ശരിക്കുള്ള ഇൻസിഡൻറ്റ്? ഒരു സംഭവത്തിന് ശേഷം ഇവർക്ക് കുറേയധികം കടങ്ങളുണ്ടായിരുന്നു. ഈ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആകപ്പാടുണ്ടായിരുന്ന ഒരേ ഒരു വീട് വിൽക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഈ ഒരു അമ്മയും ഈ ഒരു കുഞ്ഞും ഒറ്റയ്ക്ക് ആ വീട് വിട്ട് പുറത്തിറങ്ങിയാണ്. വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാതെ വീട് വിട്ട് വന്ന് കല്യാണം കഴിച്ച ഫ്രീ ആയിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇവർക്ക് വന്നിട്ട് തിരിച്ച് നാട്ടിൽ പോകാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. സ്വന്തമായിട്ട് താമസിക്കുന്ന നാട്ടിൽ ഒരു റിലേറ്റീവ്സ് പോലും ഇല്ലാതെ ഒരവസ്ഥയായിപ്പോയി. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഈ കൈക്കുഞ്ഞിനെയും വെച്ചിട്ട് ഇവർ ഈ റോഡിൽ കൂടെ മൊത്തം നടന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഉച്ച സമയത്തെങ്ങാണ്ട് ക്ഷീണം വന്നിട്ടെങ്ങാണ്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കയറി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി കിടന്നതാണ്. എന്നാൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കുഞ്ഞും ഈ ഒരു അമ്മയും മരിച്ചു കിടക്കുകയായിരുന്നു. എങ്ങനെ മരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അതേപോലെ തന്നെ ഇവർക്ക് വന്നിട്ട് വേറെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവരൊന്നെങ്കിലും വിഷം കഴിച്ചിട്ടുണ്ടായിരിക്കണം. വിഷം കഴിച്ചിട്ടില്ല. അതിലുപരി വന്നിട്ട് എന്തെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാണോ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ബട്ട് അവരിവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. ചിലർ പറയുന്നത് വിഷം കഴിച്ചിട്ടാണ് ഇവിടെ ഒന്ന് കിടന്നിരുന്നത്, സോ അതുകൊണ്ടാണ് മരിച്ചതെന്ന് പറയുന്നുണ്ട്. വേറെ പല രീതിയിലുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. ഇതിലേതാണ് സത്യാവസ്ഥ എന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് അങ്ങനത്തെ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞാനും നജീബും ഉണ്ട് ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് പോകാം. കാരണം ഇത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു പ്ലേസ് ഉള്ള ലൊക്കേഷനാണ്. ആക്ച്വലി പെർമിഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടി, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ലൊക്കേഷനാണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പോകണം. മാക്സിമം സ്പീഡിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് പോകുന്ന പ്ലാനാണ്. അജീവ് നോക്കിയോ കേട്ടോ, നോക്കി ബ്രോ. ഹേയ്, ആരത്? ഹലോ, എൻ്റെ ദൈവമേ, ആരാ ബ്രോ അത്? എക്സ്ട്രീം ക്യാപ്ചർ ബ്രോ. അതല്ല ബ്രോ, ഒന്നും നടന്നില്ലേ? ബ്രോ ഇവിടെ നടന്നില്ലേ? നടന്നപ്പോഴത്തേക്കും ബ്രോന്റെ ഈ ലൈറ്റിന്റെ വെട്ടം ശരിക്കും അങ്ങോട്ടേക്കും കൂടി ഒന്നും ഇതായിരുന്നു. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. അതാ ബ്രോന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നമ്മങ്ങനെ നോക്കിയപ്പോ തന്നെ നൈസായിട്ട് അവിടെ പോവുകയും ചെയ്തു. അധികം സൗണ്ട് വയ്ക്കല്ലോ കേട്ടോ രജിബേ, അധികം സൗണ്ട് വയ്ക്കല്ലേ. പുറത്ത് സൗണ്ട് പോയി കഴിഞ്ഞാൽ റിസ്ക് കേട്ടോ. നോക്കി സേഫായിട്ട് എനിക്ക്. എന്നാൽ ആ ക്യാപ്ചർ ആയതുണ്ടല്ലോ, എൻ്റെ ദൈവമേ, ആ ക്യാപ്ചർ ആയത് രക്ഷയില്ലാത്ത ക്യാപ്ചറിങ് ആയിരുന്നു. ഫസ്റ്റ് ഇപ്പോൾ നോക്കിയിട്ട് അപ്പുറത്തോട്ട് പോവാം. ആരത്? ഹലോ, ഹലോ, ഓക്കെ അജീബേ, അവിടെ കറക്റ്റായിട്ട് കണ്ടോ? അവിടെ നമ്മൾ കണ്ടത്. കൊച്ചു കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്
ബ്രോ പറഞ്ഞും ആ അമ്മയും കുഞ്ഞ് അതാ കുഞ്ഞ് അല്ല അപ്പൊ അത് പക്ഷെ കേക്ക് സൗണ്ട് വ്യത്യാസം ഉണ്ടല്ലോ എന്നാലും എന്നാലും കറക്റ്റ് കുഞ്ഞ് സൗണ്ട് അല്ല. അതല്ല വ്യത്യാസമുണ്ട്. അതാ പറഞ്ഞത്. ഇനി ആ രണ്ടാത്മാക്കളുടെ ഇതാണ്. ഒരമ്മയും ഒരു കുഞ്ഞാണ്. അതെ, ആ രണ്ടാത്മാക്കളുടെ സൗണ്ടാണ് അമ്മ കേൾക്കണേ. കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വലിയ ആളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആത്മാക്കളാണ് ഒന്നിച്ച് ഒരു സൗണ്ട് ഉണ്ടാക്കൂ. അതല്ല ബ്രോ, എന്തായാലും ഈ അമ്മയും കുഞ്ഞുമാണ്. അമ്മയും കുഞ്ഞുമാകുമ്പോഴത്തേക്കും എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് അവസ്ഥ ഓർത്തിട്ട് ഇത് അമ്മയും കുഞ്ഞായതുകൊണ്ട് തന്നെ ആ രണ്ടുപേരെ സൗണ്ട് ആ കുഞ്ഞ് കരയുന്നതായിരിക്കും. ഇതുണ്ടോ തൂങ്ങി ചത്തുപോട്ട് തൂങ്ങി കിടക്കുന്നുണ്ടോ ഓരോ സാധനങ്ങൾ. വേരാണത്. എൻ്റെ ദൈവം. എന്താ ശബ്ദം മൈന്യൂട്ടായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞു കുഞ്ഞിന്റെ സൗണ്ട് ബ്രോ. കുഞ്ഞിന്റെ സൗണ്ട് കേട്ടെ നിന്ന്. കുഞ്ഞിന്റെ കരച്ചിൽ സൗണ്ട് കേട്ടെ നിന്ന്. കുഞ്ഞ് ഹലോ, ഒരു കുഞ്ഞ് കരയുന്ന സൗണ്ട് കൂടുതൽ കേട്ടായിരുന്നു. അത് ശരിക്കും ഇവിടെ ഒന്ന് മരിച്ച ആത്മാവിന്റെ ഹലോ നജീബ്. ദൈവമേ നജീബേ, ഹമ്പോ അവിടെ കിടന്നാണ് മരിച്ചത്. അവിടെ കിടന്നാണ് മരിച്ചത്. എനിക്കറിയില്ല. ബ്രോ ഇനി കൊന്നതാണ് അവരെ. ഞാനൊരു ഈ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും. എന്താ ബ്രോ ഇത്? അവിടേക്ക് ഏറ്റിവിടുന്നില്ല. കൊച്ചു കുഞ്ഞിന് അറിയുന്നു ബ്രോ. എന്തോ ഫീലാൻ ബ്രോ.